ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് കക്കാറച്ചി കിട്ടിയിട്ടുണ്ടേ. ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, അതാണ് ഈ കളറ്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, വഴറ്റിയെടുക്കാം. എൻ്റെ രീതിക്കാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർത്തത്. ഇപ്പോൾ ആദ്യം എണ്ണ ചൂടായതിന് ശേഷം അതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് മൂപ്പിക്കുവാണേ. എന്നിട്ട് ഇപ്പോൾ മൂപ്പായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, സവോളയൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ സവോള ഇട്ട് വഴട്ടുവാണ്. ഇതിന് വഴണ്ടെന്ന് വന്നം, അതുവരെ നമുക്കിനി വെയിറ്റ് ചെയ്യാവേ. നമുക്കിതേ കുറച്ച് വേപ്പില ഇടാവേ. ഇളക്കാം. അപ്പുറത്ത് കുക്കർ അടിക്കുന്നുണ്ട്, അതാണ് ശബ്ദം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. ആവി അടിക്കുന്നുണ്ട്, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചിലർ ആദ്യമേ തന്നെ കറച്ചി ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കും, എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് പൊടിയൊക്കെ ചേർത്ത് ഇളക്കുന്നവരുണ്ട്. ഞാൻ ചെയ്യുന്നത്, ഞാൻ കറച്ചി ഫ്രൈ ആയിട്ടില്ല, വേവിച്ച് വെക്കും. അപ്പോൾ ഞാൻ ഇത് വഴറ്റിയിട്ട് ബാക്കി പൊടിയൊക്കെ ഇട്ടിട്ട് കറിയിലൊക്കെ ഇളക്കും. ഒരു സവോള നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ടേ. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിട്ടത് മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, പിന്നെ ഗരം മസാല ഇട്ട് കുറച്ച് ഫ്രൈ ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാൻ സവോള വഴറ്റിയപ്പോൾ ചേർത്തായിരുന്നു, പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മണം വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചമണമൊക്കെ മാറ്റണം. നമുക്ക് അതിലോട്ട് വേവിച്ച് വെച്ചാൽ കക്കാറച്ചിടാം കേട്ടോ. കക്കാറച്ചി ഇട്ടിന് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കണം. തട്ടിപ്പൊത്തിയൊക്കെ വെക്കാം, ഇളക്കാം നന്നായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചിലർക്ക് നന്നായിട്ട് ഫ്രൈ ആവണം, ഇവിടെ നന്നായിട്ട് അങ്ങനെ ഫ്രൈ ആവണ്ട. എന്നാലും നമുക്ക് ഇച്ചിരി നേരം കൂടെ വന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടെ തൂണം കേട്ടോ. അപ്പം ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ കക്കാറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.